2026 ജൂൺ 16 സിറാജ് എഡിറ്റോറിയൽ. സൗന്ദര്യത്തെക്കാൾ പ്രധാനം ആരോഗ്യം. ശിശു ക്ഷേമ സമിതിയുടെ ശ്രദ്ധേയമായ പ്രവർത്തനമാണ് സ്കൂൾ കുട്ടികളുടെ ലിപ്സ്റ്റിക് ഉപയോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണ ക്യാമ്പയിൻ. പെൺകുട്ടികളിൽ കുടൽ ക്യാൻസർ വൻതോതിൽ വർദ്ധിക്കുന്നതായി തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ RCC നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിരുന്നു. ലിപ്സ്റ്റിക്കിലും ഫേസ് ക്രീമിലും ഐലൈനറിലും അടങ്ങിയ മെർക്കുറി, കാഡ്മിയം തുടങ്ങിയ മാരക രാസവസ്തുക്കളാണ് ഇതിനൊരു കാരണമെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടത്തിയ പരിശോധനകളിൽ ലിപ്സ്റ്റിക്, ഫേസ് ക്രീം സാമ്പിളുകളിൽ അനുവദനീയമായ അളവിനേക്കാൾ മെർക്കുറി കണ്ടെത്തുകയും ചെയ്തു. ഇതാണ് ശിശുക്ഷേമ സമിതിയെ ഇത്തരമൊരു ക്യാമ്പയിനിന് പ്രേരിപ്പിച്ചത്. കൊല്ലം ജില്ലയിലാണ് ലിപ്സ്റ്റിക് ഫ്രീ ക്യാമ്പസ് എന്ന് പേരിട്ട ക്യാമ്പയിനിന് തുടക്കം. താമസിയാതെ തന്നെ ഇത് സംസ്ഥാന തലത്തിൽ വ്യാപിപ്പിക്കാനും പദ്ധതിയുണ്ട്. വിപണിയിൽ ഇന്ന് ലഭ്യമാകുന്ന പല ലിപ്സ്റ്റിക്കുകളും ഗുണനിലവാരം കുറഞ്ഞതും മാരക രോഗങ്ങൾക്കിടയാക്കുന്നതുമാണ്. കൃത്യമായ മാനദണ്ഡങ്ങളോ നിയന്ത്രണങ്ങളോ പാലിക്കാതെ കൂടിയ തോതിൽ മാരകമായ രാസവസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഈ ഉൽപ്പന്നങ്ങൾ കുട്ടികൾക്കാണ് കൂടുതൽ ഹാനികരം. മുതിർന്നവരെക്കാൾ വളരെ മൃദുവാണ് കുട്ടികളുടെ ചർമ്മം. കുട്ടികളുടെ ചർമ്മത്തിലെ കോശങ്ങളുടെ പാളികൾ വളരെ നേർത്തതായതിനാൽ കെമിക്കലുകളെ പെട്ടെന്ന് ആഗിരണം ചെയ്യുകയും ശരീരത്തിനുള്ളിലേക്ക് വേഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. കുട്ടികൾ ആഹാരം കഴിക്കുമ്പോൾ ഈ കെമിക്കലുകൾ നേരിട്ട് ഉള്ളിലേക്ക് എത്തുകയും ചെയ്യും. മസ്തിഷ്ക വികാസത്തെയും നാഡീവ്യൂഹത്തെയും ഇത് ദോഷകരമായി ബാധിക്കുകയും ദഹനപ്രശ്നങ്ങൾ, ക്യാൻസർ തുടങ്ങി ഗുരുതര രോഗങ്ങൾ ക്ഷണിച്ചു വരുത്തുകയും ചെയ്യും. നേരത്തെ മുതിർന്ന സ്ത്രീകളാണ് ലിപ്സ്റ്റിക് ഉൾപ്പെടെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ സ്ഥിരമായി ഉപയോഗിച്ചിരുന്നത്. ജന്മദിനാഘോഷം, കലോത്സവങ്ങൾ, വിവാഹ ചടങ്ങുകൾ തുടങ്ങിയ വേളകളിൽ മാത്രമായിരുന്നു കുട്ടികളുടെ ഉപയോഗം. ഇന്ന് പക്ഷേ സമയഭേദമില്ലാതെ കുട്ടികളും വ്യാപകമായി ഉപയോഗിക്കുന്നു. മാതാപിതാക്കൾ ചെറിയ കുട്ടികളെ ലിപ്സ്റ്റിക് പുരട്ടി സുന്ദരികളാക്കി റീലുകൾ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് വ്യാപകം. പല രക്ഷിതാക്കൾക്കും കുട്ടികളുടെ ആരോഗ്യത്തേക്കാൾ പ്രാധാന്യം സോഷ്യൽ മീഡിയയിലെ ലൈക്കുകൾക്കാണ്. ഇൻസ്റ്റഗ്രാം റീൽസിനും യൂട്യൂബ് ഷോർട്സിനും വേണ്ടി കുട്ടികളെ മുതിർന്നവരെ പോലെ അണിയിച്ചൊരുക്കുന്ന പ്രവണത കുട്ടികളിൽ ചെറുപ്രായത്തിൽ തന്നെ ഈ കെമിക്കലുകളോട് ആസക്തി വർദ്ധിക്കാൻ ഇടയാക്കും. LP സ്കൂളിലടക്കം നല്ലൊരു പറ്റം വിദ്യാർത്ഥിനികൾ ലിപ്സ്റ്റിക് പുരട്ടി ചുണ്ടുകൾ ചുവപ്പിച്ചാണ് ക്ലാസ്സിലെത്തുന്നത്. പിരിയഡുകളുടെ ഇടവേളകളിൽ സ്കൂൾ ബാഗുകളിൽ ഒളിപ്പിച്ചു വച്ച ലിപ്സ്റ്റിക്കുകൾ വിദ്യാർത്ഥിനികൾ പരസ്പരം പങ്കുവെച്ച് ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെടാറുണ്ടെന്നും അധ്യാപകർ സാക്ഷ്യപ്പെടുത്തുന്നു. ഇത് കുട്ടികളുടെ ആരോഗ്യത്തെ മാത്രമല്ല, പഠനത്തിലുള്ള ശ്രദ്ധയെയും മാനസികാവസ്ഥയെയും ദോഷകരമായി ബാധിക്കും. പ്രായമായവർക്ക് പോലും ഗുണകരമല്ല ലിപ്സ്റ്റിക് ഉൾപ്പെടെ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഉപയോഗമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. സ്ത്രീകളിൽ വന്ധ്യത, സ്തനാർബുദം, ഹോർമോൺ അസന്തുലിതാവസ്ഥ തുടങ്ങിയ രോഗങ്ങൾ വർദ്ധിച്ചതിൽ ഈ ഉൽപ്പന്നങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ബാഹ്യമായ താൽക്കാലിക ഭംഗിക്കുവേണ്ടി ആന്തരികാവയവങ്ങളുടെ ആരോഗ്യം പണയം വെക്കുന്നത് വിവേകശൂന്യമാണെന്ന് സ്ത്രീ സമൂഹം തിരിച്ചറിവ് നേടുകയും ഹാനികരമായ സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് പകരം പ്രകൃതിദത്തമായ ബദലുകളിലേക്ക് മാറുകയും ചെയ്യേണ്ടതുണ്ട്. സൗന്ദര്യം മനുഷ്യൻ്റെ സ്വാഭാവിക ആഗ്രഹമാണ്. ലിപ്സ്റ്റിക്കോ മറ്റു സൗന്ദര്യവർദ്ധക വസ്തുക്കളോ ഉപയോഗിക്കണോ വേണ്ടയോ എന്നത് വ്യക്തിപരമായ കാര്യവും. അതേസമയം ആരോഗ്യം ബലികഴിച്ചുള്ള സൗന്ദര്യവർദ്ധന മാർഗങ്ങൾ അഭികാമ്യമല്ലെന്ന് മാത്രമല്ല, ആത്മഹത്യാപരവുമാണ്. അതിനെതിരെ ബോധവൽക്കരണം നടത്തേണ്ടതും നിരുത്സാഹപ്പെടുത്തേണ്ടതും ആരോഗ്യവകുപ്പിൻ്റെയും ശിശുക്ഷേമ സമിതി പോലുള്ള ഔദ്യോഗിക സംവിധാനങ്ങളുടെയും ഒഴിച്ചുകൂടാനാകാത്ത ബാധ്യതയുമാണ്. ശിശുക്ഷേമ സമിതിയുടെ ശ്ലാഘനീയമായ ഈ പ്രവർത്തനത്തിന് സമൂഹത്തിൻ്റെ എല്ലാ തട്ടിൽ നിന്നും പിന്തുണയുണ്ടാകണം. രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനകളും രക്ഷിതാക്കളും ഇതുമായി സഹകരിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്.
കുട്ടികൾക്കായി ചെറുപ്രായത്തിൽ തന്നെ മേക്കപ്പ് സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന പ്രവണത രക്ഷിതാക്കൾ അവസാനിപ്പിക്കുകയും വേണം. പൊതുജനാരോഗ്യ രംഗത്ത് മാതൃകാപരമായ നേട്ടം കൈവരിച്ച സംസ്ഥാനമാണ് കേരളം. പ്രതിരോധ കുത്തിവെപ്പിലും സാംക്രമിക രോഗത്തിനുമെതിരായ പ്രതിരോധത്തിലും കേരളത്തിൻ്റെ പ്രവർത്തനം ആഗോളതലത്തിൽ തന്നെ പ്രശംസിക്കപ്പെടുകയുണ്ടായി. മാരകമായ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ കാര്യത്തിലും അനിവാര്യമാണ് ഈ ജാഗ്രത. ആശുപത്രികളിൽ മാത്രം നടക്കേണ്ട കാര്യമല്ല ആരോഗ്യപ്രവർത്തനം. ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതും അതിൻ്റെ ഭാഗമാണ്. ഭൗതികമായ രൂപഭംഗിക്കു പിന്നാലെ ഓടി ജീവൻ അപകടത്തിലാക്കുന്ന ഉപഭോഗ സംസ്കാരത്തിൽ നിന്ന് പുതിയ തലമുറ മോചിതമാകണം. സൗന്ദര്യത്തേക്കാൾ പ്രധാനമാണ് കുട്ടികളുടെ ആരോഗ്യം. കുഞ്ഞുങ്ങളുടെ സ്വാഭാവിക നിഷ്കളങ്കതയാണ് ഏറ്റവും വലിയ സൗന്ദര്യം.